ഗോർബച്ചേവ് തുറന്നുവിട്ട മുതലാളിത്ത ഭൂതവും മൂന്നാം ലോക മഹായുദ്ധവും. ഈ മുതലാളിത്ത ഭൂതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരമാണ്. സാധാരണ മുതലാളിത്തമല്ല ഇത്. ഇതൊരു പ്രത്യേക തരം ഗോർബച്ചേവിൽ നിന്ന് വന്ന ഒരു മുതലാളിത്ത ഭൂതമാണ്. അത് അവസാനം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകം ഒരു പ്ലാൻ അനുസരിച്ച്, അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വേദങ്ങളിലെ 10 അവതാരങ്ങളായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പം സൃഷ്ടി തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ഇവിടെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ സൃഷ്ടി ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ആകെ ഉണ്ടായിരുന്നത് എന്തോ ഒരു സംഗതിയായിരുന്നു. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ഗുണവും ഇല്ലാതൊരു സംഗതി. അതിനാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അത് പിന്നെ അതിന് ഒരു തോന്നൽ തോന്നി, ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം പടിപടിയായിട്ട്. അതിനൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവ് എന്ന പ്ലാനിലൂടെയാണ് പിന്നെ ലോകം സൃഷ്ടിക്കുന്നത്, ഘട്ടം ഘട്ടമായി. എന്നിട്ട് അവസാനം ഒരു സുന്ദരമായ വിഭാവനം ചെയ്ത് ഒരു ലോകം ഉണ്ടാക്കും, പൊളിക്കും, പിന്നെ ഉണ്ടാക്കും, പൊളിക്കും. ഇങ്ങനെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്ലാൻ അനുസരിച്ച്. അതാണ് 10 അവതാരങ്ങളിലൂടെ, കഥകളിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക. നമ്മളിപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യൻ പോകുന്നത് എങ്ങനെയാണെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഏകദേശം ഇത്ര മാസമാകുമ്പോഴാകുമ്പോൾ മുട്ടുകുത്തി നടക്കേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഇത്ര മാസത്തിൽ ഏകദേശം ഇത്ര വയസ്സിലാകുമ്പോൾ പെണ്ണ് കെട്ടും, പഠിപ്പല്ല. ഇന്ന വയസ്സിൽ ഏകദേശം പഠിക്കലായിരിക്കും. ഇന്ന വയസ്സാകുമ്പോൾ പെണ്ണ് കെട്ടിയെല്ലാം നിൽക്കും. ഇന്ന വയസ്സാകുമ്പോൾ ഏകദേശം മക്കളെല്ലാം വലുതാവും. ഇതെല്ലാം എല്ലാ കുടുംബത്തിലും ലോകത്തിലെ എല്ലായിടത്തും ഒരു സിസ്റ്റം, ആ ശരീരം തീരുമാനിച്ച, ആ പ്രകൃതി തീരുമാനിച്ച മാതിരിയാണ് പോകുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സൈക്കിളുണ്ട്. അത് പ്രകൃതി തീരുമാനിച്ച മാതിരി തന്നെയാണ് പോകുന്നത്. അതിന് കാലത്തിനനുസരിച്ചിട്ടുള്ള ചില വേരിയേഷനുകൾ ഉണ്ടാകും. ചെറിയ വേരിയേഷന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അതിനാണ് നമ്മൾ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കുക, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. പഠിക്കുന്ന കാലഘട്ടമേ ഉള്ളൂ. സായിപ്പും പഠിക്കുക തന്നെയാണ്, സായിപ്പിൻ്റെ മക്കളും പഠിക്കുക തന്നെയാണ്. എന്ന് നമ്മളെ മക്കളും ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ, പ്രപഞ്ചഭേദിയിൽ നിന്നുണ്ടായ അതിനെ മനസ്സിലാക്കാൻ പഠിക്കുക. അതാണ് അവസാനത്തെ പഠിപ്പ്. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അത് പൂർണ്ണമായി. പിന്നെ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ എന്താന്ന്, വീട്. ആശ്രമം എന്ന് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തോ ഒരു അത്തരത്തിലൊന്നും ധരിച്ചു പോകരുത്. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ പോറ്റുക, ജോലിക്ക് പോവുക, കുടുംബം ഉണ്ടാക്കുക, ഭാവി തലമുറേനെ ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെയാണ്. ഇതേപോലെ തന്നെ ലോകം പുരോഗമിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലായിരിക്കും. അത് 10 അവതാരത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുരാണ കഥകളിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകം എങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് എഴുതി വെച്ചിരിക്കുകയാണ് കഥരൂപത്തിൽ. എങ്ങനെയാണത്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഈ 5 അവതാരങ്ങളിലൂടെ ആദ്യം ഉണ്ടാകുന്നത് പ്രപഞ്ചമാണ്. അപ്പം നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന്
5 അവതാരങ്ങളുടെ പ്രപഞ്ചമുണ്ടാകും. 7 ലോകങ്ങളുണ്ടാകും. അല്ലെങ്കിൽ 7 14 ലോകങ്ങളുണ്ടാകും. അതിൻ്റെ ഘടനയെല്ലാം നമ്മൾ വേദ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടനയെല്ലാം അങ്ങനെ 5 അവതാരങ്ങളിലൂടെ അതുണ്ടായതിൻ്റെ ശേഷം പിന്നെയാണ് 4 യുഗങ്ങളായിട്ട് പിന്നെയുള്ള ഭൂമിയിലെ പുരോഗതികൾ മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യരിലൂടെയാണ് പുരോഗതി നടക്കുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് മനുഷ്യരിലൂടെയാണ് പുരോഗതി നടക്കുന്നത്. ഇനി ഇവിടെ എന്ത് പുരോഗതി ഉണ്ടാകാതെ അനുഭവിക്കുന്നതും മനുഷ്യരാണ്, അല്ലാതെ ഈശ്വരനായിട്ട് അതൊരു കാര്യമില്ല. ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെ മഹാനായ അംബേദ്കർ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ ഇപ്പോൾ ഇല്ല. പക്ഷേ അങ്ങനെ വിഭാവനം ചെയ്ത മാതിരി തന്നെ കോടതികളിൽ കാര്യങ്ങൾ അതേപോലെ നടന്നു പോവുകയാണ്. അതുപോലെ ആ ബ്രഹ്മം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ എങ്ങനെ പോകും. അതിനൊന്നും ഒന്നും മാറ്റാൻ പറ്റില്ല. എങ്ങനെ പോവുക എന്നുള്ളത് നമുക്ക് ഈ കഥകളിലൂടെ വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പോകുന്നത്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആധുനിക ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, മുതലാളിത്തം, സോഷ്യലിസം, ജനാധിപത്യം എന്നെല്ലാം പറയുന്ന നമ്മൾ ഇന്ന് ജീവിക്കുന്ന സിസ്റ്റം. അതിൻ്റെ ശേഷം അവസാനമെത്തുന്നതാണ് വസുദേവ കുടുംബം. അപ്പം കൃതയുഗത്തിനാണ് ഗോത്ര കാലഘട്ടം, കൊളോണിയലിസത്താണ് ശ്രീരാമൻ്റെ കാലഘട്ടം, കൃതയുഗം, ത്രേതായുഗം, മുതലാളിത്തം, കമ്മ്യൂണിസം ഇതെല്ലാം വരുന്ന കാലഘട്ടമാണ് നമ്മുടെ ഇന്നത്തെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. അതിൻ്റെ ശേഷമാണ് കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ് ആ സുന്ദരമായ ലോകം ഉണ്ടാകുന്നത്. ആ ശക്തി വിഭാവനം ചെയ്ത എല്ലാം തികഞ്ഞ ലോകം. അതാണ് വസുദേവ കുടുംബം. അവിടത്തേക്കാണ് എത്തിക്കുന്നത്. ഇപ്പം മനുഷ്യൻ കുട്ടിക്കാലം കല്യാണം കഴിക്കുന്നാൽ ഇങ്ങനെ പോകുന്ന, ജോലി ചെയ്യുന്ന കാലം ഇങ്ങനെ പോകുന്നത് പോലെ കാലവും ഇങ്ങനെയേ പോകുന്നു. അതാണ് ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ പ്രളയം ഉണ്ടാകുമ്പോൾ മനുഷ്യരെന്താണ് ചെയ്യുക? അവസാനം നല്ലൊരു രോഗമുണ്ടായി അടിച്ച് പൊളിച്ചിട്ട് ആദ്യം ഒന്നേന്നുണ്ട്. നമ്മളെന്താകുന്നു? വയസ്സാകുമ്പോൾ മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു. ഈ സൈക്ലിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രളയം വന്ന് നശിക്കുമ്പോൾ മനുഷ്യരെന്താ ചെയ്യുക? അവൻ നേടിയ ജ്ഞാനങ്ങളെല്ലാം, ഇതുവരെയുള്ള ചരിത്രവും ജ്ഞാനവും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രളയം നടന്നിട്ട് എല്ലാം നശിച്ച സ്ഥലത്ത് അവൻ എന്ത് ചെയ്യാനാണ്? താടി മീശയെല്ലാം കഴിച്ചുകൊണ്ട് ഷേവ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ നല്ല ഭംഗിയിൽ ഋഷികളമാരെയെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ജ്ഞാനങ്ങൾ ആദ്യം ഉരുവിടുകയും പിന്നെ എഴുതി വെക്കുകയും ചെയ്യും. ആ ചരിത്രവും കഥരൂപത്തിൽ എഴുതിയതാണ് ഈ പുരാണ കഥകൾ. അതുകൊണ്ട് അതിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും ഇനി പ്രളയം നടക്കാൻ പോകുന്ന കാലം ശാസ്ത്രലോകത്തിൽ മനസ്സിലാകും. നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും? നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണം എല്ലാം കുറച്ച് കാലത്തേക്കല്ലേ കൊണ്ടുപോകാൻ പറ്റും, അതും കൊണ്ടുപോകും. പക്ഷേ ഈ നമ്മൾ നേടിയ ജ്ഞാനം, അതാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വേദങ്ങളിൽ നമ്മൾ ഈ സാധനമെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേദം എടുത്തുകൊണ്ട് പോയാലും മതി. അവർ കൊണ്ടുപോകുമ്പോൾ പിന്നെ അത് അവർ ഉരുവിടും കുറേ കാലം. കാരണം പ്രയോഗിക്കാനൊന്നും പറ്റില്ല. പ്രളയം നടന്നു വന്നിടത്ത് എന്ത് പ്രയോഗിക്കാനും? അപ്പം അവർ ചിലപ്പം രക്ഷപ്പെടുന്നത് ബഹിരാകാശത്തിലെ എല്ലാം ആയിരിക്കാം. അത് വേദങ്ങളിൽ പറഞ്ഞു പോകും. ഇത് പറയാൻ കാരണം അത്രയും വ്യക്തമായിട്ടാണ് അവർ കഥരൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെയേ പോകുള്ളൂ. അതിന് പിന്നെ നമ്മൾ തലവെത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ ലോകം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് മനുഷ്യന്റെ പുരോഗതി ഓടുന്നത് ആദ്യം ഗോത്ര കാലഘട്ടമാണ്. ഗോത്ര കാലഘട്ടത്തിൽ ചരിത്രത്തിൽ പറയുന്നത് എന്താണ്? കയ്യൊക്കെയുള്ളവൻ അടുത്ത നാട്ടിലെല്ലാം പോയിട്ട് അവിടെയുള്ളത് കൊള്ളയടിക്കും. കാരണം തിന്നാനും ഒന്നുമില്ല, ജനങ്ങളുമില്ല. അപ്പോൾ സ്ത്രീകളെ വേണം. സ്ത്രീകളെ എന്തിനാ? കുട്ടികളെ ഉണ്ടാക്കാൻ.
പിന്നെ ആരോഗ്യമുള്ള ആൾക്കാരെ വേണം, അടിമകളാക്കും. ഇതേ അന്ന് കയ്യൂക്കുള്ളവരുടെ കാര്യമാണ്. അതുകൊണ്ടാണ് അവരാണ് രാജാവായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നടക്കുക. അതങ്ങനെ പോകുള്ളൂ. അതിന് ശരിയും തെറ്റും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അങ്ങനെ തലപ്പത്ത് വരുന്നവർ അധർമ്മികളായിട്ട് ജനങ്ങളെ എപ്പോഴും ഭരണത്തിൻ്റെ തലപ്പത്തെത്തുന്നവർ ഈ ജനങ്ങളെ സംരക്ഷിക്കാനാണ് അന്ന് രാജാവ് ഗോത്ര തലവന്മാരെല്ലാം ഉണ്ടാവുക. പക്ഷേ അവർ ഒരു പരിധി കഴിയുമ്പോൾ അവരെ സ്വാർത്ഥമതികളാകുമ്പോഴാണ് ജനത്തിൻ്റെ മേക്കിട്ട് കയറുക. ഭരണാധികാരികളുടെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് രാജാവിനെയാണ് പുരാണ കഥകളിൽ ക്ഷത്രിയരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ദൂഷ്യം അവസാനമാകുമ്പോൾ ഈ ക്ഷത്രിയര് അധർമ്മികളായി മാറും. അതിനെ ചോദ്യം ചെയ്യുന്ന ബുദ്ധിയുള്ളവരാണ്. അവരാണ് ബ്രാഹ്മണരെ കൊന്നൊടുക്കും. അങ്ങനെ ആ കാലഘട്ടത്തെയാണ് പരശുരാമനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തെ തച്ചുടച്ചിട്ടാണ് അടുത്തയിലേക്ക് പോകുന്നത്. ആ കാലഘട്ടത്തെ ലോകം മുഴുവൻ പരശുരാമൻ നടന്നിട്ട് ഇത്തരം അധർമ്മികളെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അതായത് ഓരോ നാട്ടിലുണ്ടാകുന്ന അധർമ്മികളെ കാലം ജനങ്ങളെ വിട്ട് തന്നെ കൊല്ലിച്ചിട്ടുണ്ട്. ഒന്നിക്കൽ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊല്ലും. ഇങ്ങനെ എങ്ങനെയും ആയിട്ട് കൊല്ലും ആ കാലഘട്ടത്തിൽ. അതാണ് ഗോത്ര കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ജനങ്ങൾ പെരുകി വരും. അപ്പോൾ ജനങ്ങൾ വിദേശത്തേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെയാണ് വിദേശത്ത് എവിടെയുമാണോ ജ്ഞാനമെല്ലാം കൂടുതൽ സയൻസ് റൂട്ടിലുള്ളവർ അവരിങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നതാണ് പരശുരാമൻ്റെ കാലഘട്ടത്തെ യുദ്ധം. അത് പലയിടത്ത് പോയിട്ടാണ് കൊന്നിരിക്കുന്നത് അധർമ്മികളായ രാജാക്കന്മാർ. അങ്ങനെ വിദേശികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. കഥയിൽ വരുമ്പം ഇന്ത്യൻ്റെ വിദേശം എന്ന് പറയുമ്പോൾ ശ്രീലങ്കയാണ്. ശ്രീലങ്കയിലുള്ള ആളായിട്ട് പറഞ്ഞേ ഉള്ളൂ. അവർ വരാനുള്ള കാരണവും പറഞ്ഞിട്ടുണ്ട്. അവർ പൊന്മാനുമായിട്ട് വന്നു എന്നെല്ലാം പറയുമ്പോൾ ഇവിടെയുള്ളവരെ മോഹിപ്പിക്കുകയാണ്. ഇവിടെയുള്ള ഭരണാധികാരികളെ മോഹിപ്പിച്ചിട്ടാണ്. എന്തുകൊണ്ട് ഭരണാധികാരികൾ മോഹിച്ചു എന്ന് വന്നാൽ അന്ന് രാജഭരണമായിരുന്നു. അന്നത്തെ കഥകളിലെല്ലാം ഉള്ള പ്രത്യേകതയാണ് രാജാക്കന്മാർ പലയിടത്തും പോയി പെണ്ണ് കെട്ടും. എന്നിട്ട് ആര് രാജാവാകും എന്ന് വെച്ചാൽ ഏത് ഭാര്യയോടാണ് ഇഷ്ട ആ ഭാര്യൻ്റെ മോനെ പിടിച്ചിട്ട് രാജാവാക്കും. അർഹതയുള്ളവൻ കാട്ടിൽ പോകും. ഇവർക്ക് സുഖിക്കാനുള്ള താല്പര്യം കൊണ്ട് വിദേശികൾ വരുമ്പോൾ എല്ലാം കിട്ടുന്നതെല്ലാം വാങ്ങിക്കൂട്ടി. പക്ഷേ അതുകൊണ്ടും കാലത്തിനൊരു ലക്ഷ്യമുണ്ട്. ലോകത്തുള്ള ജ്ഞാനം മുഴുവൻ ചില ദേശങ്ങളിലുള്ള ജ്ഞാനം ശാസ്ത്രജ്ഞാന ഇൻഡസ്ട്രിയൽ റവല്യൂഷനെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ലോകം മുഴുവൻ ആ ശാസ്ത്രജ്ഞാനം വികസിച്ചത്. ഈ കൊളോണിയലിസത്തിലൂടെയാണ് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ജ്ഞാനത്തിലൂടെ പുരോഗതി നേടിയിട്ടുണ്ട്. ഏകദേശം എല്ലാ ലോകവും ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിലൂടെ ലോകത്തെ ഒന്നിപ്പിക്കുക തന്നെയാണ് കാലം ചെയ്തിരിക്കുന്നത്. ശാസ്ത്രജ്ഞാനം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്കെല്ലാം ലോകം പുരോഗതിയിലേക്ക് തന്നെയാണ് കാലം കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അവസാനമായപ്പോഴേക്ക് അധർമ്മം പെരുകുകയും, അതായത് അവിടെ അധർമ്മം എന്താണ്? വിദേശാധിപത്യം. ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അടിച്ചു കൊണ്ടുപോവുക. അപ്പം പുരുഷൻ എന്നത് കാലവും പ്രകൃതി എന്നത് സൗഭാഗ്യവുമാണ്. ആ കാലഘട്ടത്തെയാണ് രാമനായി ചിത്രീകരിച്ചത്. ആ സൗഭാഗ്യത്തെയാണ് സീത എന്ന് പറഞ്ഞത്. അപ്പം രാമനിലൂടെ എന്തൊരു സൗഭാഗ്യമാണോ ഈ നാട്ടിൽ ഉണ്ടാവേണ്ടിയിരുന്നത് അത് വിദേശികൾ അടിച്ചുകൊണ്ടുപോയി. പൊന്മാനായിട്ട് വന്നു. പക്ഷേ ചിലർ പ്രതിഷേധിച്ചിട്ടുണ്ട്. ലക്ഷ്മണൻ പറഞ്ഞിട്ടുണ്ട് ഈ അതിര് കടന്നു പോകരുത്. പക്ഷേ ആ മോഹത്തിൻ്റെ പിന്നാലെ പോയി സൗഭാഗ്യമെല്ലാം അടിച്ചു കൊണ്ടുപോയി. പിന്നെ ലോകം മുഴുവൻ കൊളോണിസത്തിൽ വീണു. സ്വാതന്ത്ര്യ സമരത്തിലൂടെ രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരം. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ശ്രമിക്കുകയായിരുന്നു നെപ്പോളിയനും എല്ലാം കൂടി. അപ്പം വെറും ലങ്കയും ഇന്ത്യയായിട്ടല്ല കാണേണ്ടത്. അത് ചീള് കേസ്. അതിലും വലിയ അവിടെ
നെപ്പോളിയൻ ലോകം മുഴുവൻ പിടിച്ചിട്ട് ഇനി ഇവിടെ ഇല്ലാതെ ഇവിടെ ചന്ദ്രനിലാറ്റം പിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച അവസ്ഥയായിരുന്നു. അതാണ് രണ്ടാം ലോകമഹായുദ്ധം. പക്ഷെ അതിലൂടെ കാലം എന്ത് നേടിയെടുത്തു? ശാസ്ത്ര ലോകത്തെ മുഴുവൻ വ്യാപിപ്പിച്ചു, എഡ്യൂക്കേഷൻ ഉണ്ടാക്കി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കി, കടന്നുപോയി. അതാണ് രണ്ടാം ലോകമഹായുദ്ധം. ഇങ്ങനെ തന്നെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ആദ്യം ഗോത്ര കാലഘട്ടത്തിൽ ഓരോ ചെറിയ ദേശത്തിലേക്കായിരിക്കും, പിന്നെ ജനം വരുമ്പോഴാണ് വിദേശത്തേക്ക് പോകും. ഇങ്ങനെ തന്നെയാണ്. ഇനി പ്രളയം നടന്നിട്ട് പുതിയ തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയേ പോകുള്ളൂ. കാലം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കർമ്മം ചെയ്യാൻ നമ്മളെല്ലാം സൃഷ്ടിച്ചു വിടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ലോകം പോയത്, അപ്പൊ രാമൻ വന്നിട്ട് പിന്നെ സീതേനെ സ്വീകരിക്കൊന്നുമില്ല. ജനത്തിന്റെ ഇഷ്ടമനുസരിച്ച് ആ വ്യവസ്ഥിതിയെ കളഞ്ഞു. പഴയ വ്യവസ്ഥിതിയെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പഴയതിലേക്കല്ല പോയ, പിന്നെ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ആ വ്യവസ്ഥിതിയിലേക്കാണ് ലോകം പോയത്. പിന്നെ ലോകം എങ്ങോട്ടേക്കാണ് പോയത്? രണ്ടായി തിരിഞ്ഞു. അവിടെ തന്നെ പുരാണ കഥകളിലും ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് കൃഷ്ണന്റെ രാജ്യം. കൃഷ്ണന്റെ രാജ്യത്തില് അവിടുത്തെ അമ്മാവനെ കസയിലേന്ന് മറച്ചിട്ടിട്ടാണ് കൃഷ്ണൻ ഭരണത്തിലേറിയത്. പിന്നെ ഇപ്പുറം ചൂത് കളിക്കാരുടെ ദുര്യോധനാദികളുടെ ലോകം. ചൂതുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക, പണം വാരിക്കൂട്ടുന്ന ഒരു ലോകം. അത് ഏത് വ്യവസ്ഥിതിയാണെന്നെല്ലാം ചിന്തിച്ചു പോയിക്കോളൂ, അതിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അങ്ങനെ ലോകം രണ്ടായി തിരിഞ്ഞു. നമുക്കും അറിയാം, ചരിത്രത്തിലും ലോകം രണ്ടായിട്ട് കോൾഡ് വാർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് തിരിഞ്ഞു, വേർതിരിഞ്ഞു. അങ്ങനെ ഓരോ രാജ്യം അവരവരുടെ നിലയിൽ പുരോഗമിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ദൂഷ്യം എന്താണ്? ചൂതുകളിയിലൂടെ അർഹതപ്പെട്ടവരെല്ലാം സമൂഹത്തിൽ നിന്ന് വാട്ടപ്പെടുകയാണ്. ചൂതുകളി എന്താണെന്നൊന്നും പറയണ്ടല്ലോ, എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്ന പരിപാടി, അധ്വാനിക്കാനൊന്നും വയ്യ, എങ്ങനെയെങ്കിലും പൈസ വാരിക്കൂട്ടുള്ള പരിപാടി, മത്സരം, ഇടമത്സരം. പക്ഷെ ഇങ്ങനെയുള്ള ലോകം തന്നെ പലതായി ജാതിയുടെ മരുന്നത്തിൻ്റെ എല്ലാം പേരിൽ തല്ലുന്ന ഒരു ലോക വ്യവസ്ഥ. ഇതൊന്നുമല്ല ബ്രഹ്മത്തിന് വേണ്ടത്. ബ്രഹ്മത്തിന് അവസാനം ഒരു വസുദൈവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ജാതിമത വ്യവസ്ഥതകളില്ലാതെ, ഉച്ചനീചത്വങ്ങളില്ലാതെ ലോകം ഒന്നായിത്തീരുന്ന ഒരു വ്യവസ്ഥിതി. അതിൽ കുറച്ച് പേര് ഉണ്ടാവും. അത് ഏതിലൂടെയാണ്? അപ്പോൾ ഈ ചൂതുകളികളിലൂടെ അധർമ്മം പെരുകി അർഹതപ്പെട്ടവനെല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അപ്പുറത്തുള്ള കൃഷ്ണനാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. പിന്നെ അവര് ഇവിടത്തേക്ക്, അതുവരെ കൃഷ്ണന്റെ കാര്യം നോക്കി അടയ്ക്കാണ്, ഇവരുടെ കാര്യം നോക്കി അടയ്ക്കാണ്. പക്ഷേ അവസാന ഘട്ടം എത്തിയപ്പോൾ അപ്പുറത്തുള്ളവര് ഇപ്പുറം കയറി ഇടപെടുകയാണ് ചെയ്തത്. നമ്മളെ ലോകചരിത്രം നോക്കിക്കഴിഞ്ഞാലും അപ്പുറത്തുള്ളവര്, അപ്പുറത്താരായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാലോ. റഷ്യ, നോർത്ത് കൊറിയ, ചൈന, ഇങ്ങനെ കുറച്ച് രാഷ്ട്രങ്ങൾ മതിലും കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. ഇപ്പുറത്തെ ഭാഗത്തുള്ളവർ വേറൊരു മതിലിൽ ഇരിക്കുന്നു. രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ എത്ര കാലം പോയി? ഇന്നും അന്ന് അതേപോലെ മാറി നിന്നിരുന്നുവെങ്കിൽ ഇന്നും റഷ്യയും ചൈനയെല്ലാം മതിലിൻ്റെ അപ്പുറം നമുക്ക് എന്താ അവിടെ നടക്കും. കൊറിയയിൽ നടക്കുന്നതൊന്നും ഇപ്പം കുറേയെല്ലാം അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്താ അവിടെ നടക്കുന്നത്. അവർ അവരുടെ കാര്യം ഇവിടെ കാര്യമായിട്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ അത് പോരാലോ. മഹാഭാരതത്തില് കൃഷ്ണൻ കയറി ഇപ്പുറത്തേക്ക് കയറി വരുന്നുള്ളൂ. അതുപോലെ അവർക്കും തോന്നി ഇപ്പുറത്ത് വരണം. അതിനാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തൂല എന്ന് തോന്നി, കാലത്തിന് തന്നെ തോന്നി യുവമാർ ഒന്നിപ്പിക്കണം എന്ന്. അതുകൊണ്ട് അവർ മതിലും പൊളിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അവർ മതിലും പൊളിച്ച് നമുക്ക് അമ്മയോട് സുഖമില്ല, ഒരു ചുക്കൂല, നമ്മൾ ശുദ്ധമായ മുതലാളിമാരാണെന്നും പറഞ്ഞുകൊണ്ട് ഗോർബച്ചേവ് മതിലെല്ലാം പൊളിച്ച്
പുതിയതൊരു മുതലാളിത്ത ഭൂതവുമായിട്ടാണ് പുറത്തേക്ക് വന്നത്. മുതലാളിത്ത ഭൂതം, അവരും ഭൂതമാണ്. കമ്മ്യൂണിസം പറ്റുകയെ നമ്മൾ കമ്മ്യൂണിസം ഒന്നുമില്ല, എല്ലാം പറിച്ചു വിട്ട് എന്ത് കമ്മ്യൂണിസം, എല്ലാം പൊളിച്ചു വിട്ടു. പിന്നെ നമ്മളെ കൂടെ നിങ്ങളെ കൂടെ കച്ചവടത്തിന് നമ്മൾ വരികയാണെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ പൊളിച്ചു വിടുന്ന സമയത്തും റഷ്യയും ചൈനയും ഭയങ്കര ശത്രുക്കളും അതിർത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അത് നമ്മളിവിടെയും കാണാം. CPI CPM തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്തായിരുന്നു. പക്ഷേ ആ പിരിച്ചുവിടുന്ന സമയത്ത് ഗോർബച്ചേവ് തന്നെയാണെന്ന് തോന്നുന്നു ചൈനീസ് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എന്തോ അങ്ങേരം മുറിയിൽ, അടച്ചിട്ട മുറിയിൽ കുറേ സമയം സംസാരിച്ചിട്ട് അവരുടെ അതിർത്തികൾ, തർക്കങ്ങളെല്ലാം പരിഹരിച്ചിട്ട്, കാരണം അവരുടെ ധാരണയാക്കി. ഇപ്പൊ എന്താണ് അവർ അവിടെ ഇരുന്നുകൊണ്ട് പ്ലാൻ ചെയ്തത്? അവരെന്താണ് പ്ലാൻ ചെയ്തത്? എന്തോ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. പിന്നെ അവർ തമ്മിലുള്ള ഐക്യത്തെ പോലെ ഇപ്പോൾ വേറെ കാണാനില്ല. അത് മാത്രമല്ല, റഷ്യയും കച്ചവടത്തിന് ഇറങ്ങിയപ്പോൾ ചൈനയും പറഞ്ഞ് നമ്മളുണ്ട് കച്ചവടത്തിന്. അവർ പറഞ്ഞിരിക്കുകയാണ് കച്ചവടത്തിന്. ഗോർബച്ചേവിൻ്റെ മുതലാളിത്ത ഭൂതം. ആ ഭൂതം എന്ന് പറയുന്നത് പുതിയതൊരു കച്ചവടമാണ്. കൃഷ്ണൻ മഹാഭാരതത്തിൽ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നിട്ടാണ് ഈ കളി മുഴുവൻ കളിച്ചത്. അത് മുഴുവൻ കള്ളക്കളിയായിരുന്നു. ആ യുദ്ധം തന്നെ കള്ളക്കളിയായിരുന്നു. എന്തുകൊണ്ടാണ് കള്ളക്കളി എന്ന് പറയുമ്പോൾ, ആ യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെന്താ പരസ്പരം അടിച്ചിട്ട് എല്ലാവരും ഈ ചായ കൊല്ലാൻ പോവുകയാണ്, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ്. എന്താണ് ഈ ബ്രഹ്മാസ്ത്രം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണ് ആ പ്രപഞ്ചമുണ്ടായത്? ആ അസ്ത്രം തന്നെയാണ്. ഏതിൽ നിന്നാണ്? ആറ്റത്തിൽ നിന്നാണ്. നമുക്കറിയുന്ന ആറ്റത്തിൽ നിന്നാണ്. ആറ്റോമിക് ബോംബ് തന്നെയാണ് ബ്രഹ്മാസ്ത്രം. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് പറഞ്ഞു? കള്ളക്കളികൾ കളിക്കുക. മുഴുവൻ കള്ളക്കളികളാണ്. കള്ളക്കളിയിലൂടെ ജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ വഴിയില്ല. ചരിത്രമാണ് ഇങ്ങനെ കള്ളത്രാണത്തിലൂടെ പോകുന്നത്. ഇപ്പോൾ നടക്കുന്നതും കള്ളത്രാണത്തിലൂടെയാണ്. അപ്പം പൊളിച്ചു വിട്ടിട്ട് എന്താണ് ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്കൂ. റഷ്യ എണ്ണ കച്ചവടത്തിനിറങ്ങി. ശരിയായ മുതലാളിയായിട്ട് എണ്ണ കച്ചവടത്തിനിറങ്ങി. അതുവരെ എണ്ണയുടെ കച്ചവടമെല്ലാം ഒപെക് രാഷ്ട്രങ്ങളായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. അവർക്ക് വില കൂട്ടണം എന്ന് തോന്നുമ്പോൾ പ്രൊഡക്ഷൻ കുറക്കും. അപ്പം ഡിമാൻഡ് പോകും. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, ആവശ്യക്കാർ കൂടും. അപ്പം വില കൊടുക്കും. അപ്പം ഉണ്ടാക്കുന്നത് കുറച്ചിട്ട് വില കൂട്ടിയിട്ട് വിൽക്കുകയാണ് അവരുടെ തന്ത്രം. അപ്പം ആ മുതലാളിത്തം, ശരിയായ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കണം. ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി എന്താ? ഒന്നിക്ക് പ്രൊഡക്ഷൻ കുറക്കുക, അല്ലെങ്കിൽ പൂത്തി വെക്കുക. പൂത്തി വെക്കുമ്പോൾ സാധനം കിട്ടാതാകുമ്പോൾ വില കൂട്ടാം. അധികമൊന്നും ഉൽപ്പാദിപ്പിക്കാനൊന്നും പറ്റില്ല. കുറച്ചുണ്ടാക്കിയിട്ട് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കും. ചുളുവുള്ള പരിപാടികളാണ്. ഇതാണ് ചൂതുകളി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുണ്ടാക്കിയിട്ട് കുറേ മായെല്ലാം ചേർത്തിട്ട്, ഭാര്യയെല്ലാം ചേർത്തിട്ടിട്ട് എങ്ങനെ കുറേ ലാഭം കിട്ടണം. പൈസ ഒന്നിച്ച് ഒറ്റയടിക്ക് എല്ലാം കിട്ടണം. അതാണ് ചൂതുകളി. എന്നാൽ റഷ്യ പറഞ്ഞ അതിനൊന്നും വേണ്ട, ഏറ്റവും ചെറിയ വിലക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ റഷ്യനെക്കാട്ടിയും എണ്ണ ഉണ്ടാക്കുന്ന രാഷ്ട്രങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും റഷ്യ വില കുറച്ച് വിറ്റപ്പോൾ ഇവന്മാർക്കൊന്നും ഒരു രക്ഷയില്ല. പിന്നെ റഷ്യൻ്റെ പിന്നാലെ നടക്കുന്ന അവസ്ഥ വന്നു. ലോകത്തെ കച്ചവടം മുഴുവൻ റഷ്യ, എണ്ണ കച്ചവടം മുഴുവൻ ഇവർ കൊണ്ടുപോയി. ഏതുപോലെ എന്നാൽ ഇപ്പം മാർക്കറ്റിൽ 50 ഉറുപ്പിക മത്സ്യം എന്ന് വെച്ചോളൂ. ഒരു 10 പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരും 50 ഉറുപ്പിക്ക് മത്സ്യം വാങ്ങിയിട്ട് 100 ഉറുപ്പിക്ക് വിറ്റ് ഒറ്റയടിക്ക് 50 ഉറുപ്പിക ലാഭം കിട്ടണം. ഈ ചെറുത് കിട്ടിയിട്ടൊന്നും കാര്യം, ഒറ്റയടി കിടക്കട്ടെ. എല്ലാവരും തീരുമാനിക്കുന്നു നമ്മൾ 100-നാണ് വിൽക്കുക. അപ്പോൾ ഒറ്റയടിക്ക് വിറ്റ് കഴിഞ്ഞാൽ 50-ന്ന് 50 ഉറുപ്പിക ലാഭം കിട്ടും. എന്നാൽ ഒരു ബിരുദൻ അടുത്ത് വന്നിരുന്നിട്ട് 50 ഉറുപ്പിക്ക് അവന് കിട്ടിയ മത്സ്യം 60 ഉറുപ്പിക്ക് വിറ്റ് അവന് 10 ഉറുപ്പിക ലാഭമുള്ളൂ. ചെറിയ പൈസ അതിനെ കൊണ്ട്. മറ്റവർക്ക് നമുക്ക് പറയാം ഒറ്റയടിക്ക് 50 കിട്ടണം. ഇവന് പക്ഷെ 10 കിട്ടിയാൽ മതി. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ നാട്ടിൽ വാങ്ങുന്നവരല്ലേ ഇവൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് പോകും.
ഇവന് 10 രൂപ വെച്ചാൽ ലാഭം ഉണ്ടെങ്കിൽ എല്ലാ കച്ചവടവും ഇവൻ നടന്നിട്ട് പൈസ ഇവൻ മുഴുവൻ ഇവന്റെ കൈവലാവും, മറ്റവൻ വായി നോക്കിയിരിക്കും. ഇതാണ് റഷ്യ ചെയ്തത്. വില കുറച്ചിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ റഷ്യ എണ്ണ കച്ചവടം കൊണ്ട്, കാരണം ഏറ്റവും വലിയ കച്ചവടം എണ്ണയാണല്ലോ, അപ്പൊ അത് റഷ്യയും കൊണ്ടുപോയി. ചൈനക്കും കച്ചവടം തുടങ്ങി. ചൈനയോട് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ള ഇലക്ട്രോണിക്സ് ബാക്കിയെല്ലാം നിങ്ങൾ നടത്തിക്കോളും. പക്ഷെ അവന് ഇതേപോലെ ഇറങ്ങാൻ പറ്റൂല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ്റെ ഭാഷയെ വ്യത്യാസമാണ്, അവനുണ്ടാക്കുന്ന സാധനങ്ങളുടെ സ്റ്റാൻഡേർഡും വ്യത്യാസമാണ്. ഉദാഹരണമായിട്ട് ചൈനക്കാരും ഷർട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇന്ത്യക്കാരും ഷർട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചൈനയിലെ ഒരു ഷർട്ട് ഇന്ത്യക്കാരൻ്റെ അടുത്ത് ഇന്ത്യയിൽ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. വിറ്റാൽ നമ്മൾ വാങ്ങും, കൊള്ളാം, നല്ലോണം തുന്നിക്കിട്ടത് വെച്ച് കൊണ്ടുവന്നാലും ഒരു ബട്ടണ് പോയാൽ പിന്നെ ബട്ടണ് വേറെ കിട്ടില്ല. കാരണം ഒന്നിക്ക് അവൻ്റെ ബട്ടൺ ഈനെക്കാട്ടിയും വലുതായിരിക്കും, അല്ലെങ്കിൽ ഈനെക്കാട്ടിയും ചെറുതായിരിക്കും. അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ കിട്ടുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയും. അപ്പം ചൈനയിൽ മതിലിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഇപ്പുറത്ത് ഏത് തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ഇന്ത്യയിൽ കൊണ്ടാകുന്ന സാരി വിൽക്കണ്ടിട്ട് സാരി ഉണ്ടാക്കാൻ നെയ്യാനല്ല അവർക്കറിയാം. പക്ഷേ ഇവിടെ ഏത് നീളത്തിൽ ഏത് വീതിയിലുള്ള സാരി വേണമെന്ന് അവനറിയില്ല. അപ്പം അത് വന്ന് ഇവിടെ പഠിക്കണം. അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളതും ഭാഷയെല്ലാം അവിടെ നിന്ന് വന്ന് ഈ ലോകം മുഴുവൻ നടന്ന് എല്ലാ സാധനത്തിനും ഇപ്പോൾ റെസിസ്റ്റൻസ് എന്നെല്ലാം പറഞ്ഞാൽ, റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ടൊരു റഷ്യക്കാരൻ്റെ ബുക്ക് വാങ്ങിയിരുന്നു. നമ്മളെ റെസിസ്റ്റർ ഇങ്ങനെയാണ് വരക്കുക, അവൻ്റെ ബുക്കിൽ ഇങ്ങനെയൊന്നുമല്ല. ഇത് കണ്ടാലും നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ അവൻ്റെ സ്ക്രൂ ഒന്നും നമ്മളെ സ്ക്രൂവിൽ കയറില്ല. കാരണം നമ്മളെ പോലെയല്ല അവരുണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്ക്രൂവും അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സ്ക്രൂ എല്ലാം ഒന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു സാധനത്തിൻ്റെ സ്ക്രൂ ഇവിടുന്ന് കിട്ടും. ഷർട്ട് വാങ്ങിയാൽ അവിടുന്ന് പറ്റുന്നു കിട്ടും. കാരണം എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ചൈന വ്യത്യാസമായതുകൊണ്ട് അവർക്ക് കച്ചവടത്തിന് ഇറങ്ങാൻ പറ്റും. പണ്ടൊരു ഹീറോ പേന ഉണ്ടായിരുന്നു ചൈനക്കാരിൽ നിന്ന് വരുന്ന പേനയെല്ലാം നല്ല തന്നെയാണ്. പക്ഷേ അതിൻ്റെ നിബ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ നിബിന് പറ്റില്ല. അപ്പോൾ അവർ ബുദ്ധി ആലോചിച്ച് എന്താ പരിപാടി, ഇതേപോലെ എല്ലാ വസ്തുക്കളും പോയിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം, അവർക്കും സയൻസ് എല്ലാം ഉണ്ട്, ഇവിടുത്തെ സയൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവരെ പ്രയോഗിക്കുന്ന തരത്തിലായിരിക്കില്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രണ്ടും ഒരുപോലെ ആയില്ലെങ്കിൽ സാധനം വെക്കാൻ പറ്റില്ല. അപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അതിർത്തിയിൽ കുറേ സ്ഥലങ്ങൾ തുറന്നിട്ടിട്ട് ചൈനക്കാരെ പിടിച്ചാണ് ജോലിക്ക് വാക്കിയിട്ട് പറഞ്ഞു, ഇത് നാട് വരി പണി ചെയ്തോളും, നിങ്ങൾ ആരും വന്നോളും, നിങ്ങൾക്കുള്ള എല്ലാ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ എല്ലാം നമ്മൾ ഉണ്ടാക്കി തരാം, നമ്മളെ ജോലിക്കാർ അടിമകളെ പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അതിർത്തികളിൽ കുറേ സ്ഥലങ്ങളെന്ന് വിട്ടപ്പോൾ ഇപ്പുറത്തെ മുതലാളിമാർ വിചാരിച്ച്, ഓ ഇവിടെ ഉണ്ടാക്കുന്ന അമേരിക്കയിലുള്ളവരെല്ലാം വിചാരിച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ട് എന്ത് ശമ്പളം കൊടുക്കുന്നത്, അവിടെ ചൈനക്കാരൻ നല്ല അടിമ പോലെ വർക്ക് ചെയ്യുകയാണ്, ദരിദ്രവാസികൾ പാവങ്ങൾ എന്നും വിചാരിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരെ പഠിപ്പിച്ചു. അവരെ തന്നെ പഠിപ്പിച്ചു ഏത് തരത്തിൽ ഏത് അളവിൽ ഉണ്ടാക്കണമെന്ന്. ഷർട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്ര ബട്ടൺ ഇത്ര സൈസ് വേണം, സാരി ഉണ്ടാകുമ്പോൾ ഇത്ര നീളം ഇത്ര വീതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിച്ചു. അവരത് നോക്കിയിട്ട് അതിനിപ്പുറം വെച്ച് അവർക്കും സയൻസ് ഉണ്ടല്ലോ, അവരെ സയൻസും ഇവിടെ സയൻസും എല്ലാം കൂടിയിട്ട് അവരങ്ങ് പെട്ടെന്ന് അത് ഉണ്ടാക്കിയിട്ട്, ഇവരൊന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ 50,000 ഉണ്ടാക്കുകയാണെങ്കിൽ അതേ സാധനം ഇപ്പുറം അവർ അതേപോലെ തന്നെ 10,000 ഉണ്ടാക്കി വിടാൻ തുടങ്ങി. കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഇവരെ സയൻസും അവരെ സയൻസും എല്ലാം കൂടിയിട്ട് അവരുടെ സയൻസിലൊക്കെ ടെക്നോളജിയിലൊക്കെ മുകളിൽ പോയി സാധനങ്ങൾ ചീപ്പായിട്ട് ലോകം മുഴുവൻ ഇറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ ഗൗരവം പറയുന്നത്. അപ്പോഴാണ് ട്രംപ് അവിടെ ഇരുന്നിട്ട് പറയുന്നത്, എൻ്റെ ഷെൽഫ് മുഴുവൻ ചൈനീസ് സാധനങ്ങളാണല്ലോ. ഇതാണ് കള്ളക്കളികൾ. ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കള്ളക്കളികളിലൂടെയാണ് നടക്കുന്നത്. അതുമാത്രമല്ല, നേരിട്ട് ഏറ്റുമുട്ടുകയുമില്ല, മറ്റുള്ളവരെ മുന്നിൽപ്പെടുത്തിക്കൊണ്ട്, ശിഖണ്ഡികളെ മുന്നിൽപ്പെടുത്തിക്കൊണ്ടാണ് യുദ്ധം നടത്തുന്നത്. ഇന്ന് നോക്കിയാലും ലോകം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കായിപ്പോയി. മുതലാളിത്തമെല്ലാം പൊളിഞ്ഞു. ഇപ്പം മുതലാളി എന്ന് പറയുന്ന ആരാണ്? പണ്ടത്തെ ജമ്മിമാരെ പോലെ ആയിപ്പോയി. പണ്ടത്തെ രാജാക്കന്മാരും ജമ്മിമാരെയും പോലെ ആയിപ്പോയി. എൻ്റെ ഇരിപ്പിടത്തിൽ ആനേൻ്റെ തയമ്പുണ്ട് എന്നല്ലാതെ ആനയൊന്നുമില്ല. ആ അവസ്ഥയിലാണ്
ഇന്ന് മുതലാളിത്ത രാഷ്ട്രങ്ങൾ, ഇപ്പോഴിരിക്കുന്ന രാഷ്ട്രങ്ങൾ എണ്ണ കച്ചവടം മറ്റൊന്നും കൊണ്ടുപോയി. കാരണം വില കുറച്ച് വിൽക്കുകയാണ്. ഇവിടെ എണ്ണ ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. ഇവൻ വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക്സ് മറ്റുള്ള ഉപകരണങ്ങളിൽ ഇല്ലാതെ കൊണ്ടല്ല. അമേരിക്ക ഷെൽഫ് വരെ അത് വന്ന് കയറിയാണ്. കാരണം ഇവർക്ക് അതിനെക്കാട്ടിയും ചിലവ് കുറച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് പറഞ്ഞ മുതലാളിത്ത ഭൂതം എന്ന് പറഞ്ഞത്. വില കുറച്ച് വിൽക്കുന്ന ഭൂതം, അതാണ് മുതലാളിത്ത വ്യവസ്ഥിതി. ഏറ്റവും വില കുറച്ചിട്ട് വിൽക്കുക. അപ്പോഴെന്താ ഇപ്പുറത്തോട്ടൊരു കാറ്റ്. ഒരു പുതിയ തന്ത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം രാഷ്ട്രീയപരമായ നീക്കമല്ലാതെ എന്താണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം ഒരു പ്ലാൻ അനുസരിച്ച് റഷ്യയും ചൈനയും ചെയ്യുന്ന ഒരേ സംഗതി തന്നെയാണ്, വില കുറച്ച് വിൽക്കുക. അമേരിക്ക 80 റുപ്യ, മറ്റേ റഷ്യ 80 റുപ്യ വാങ്ങാൻ പാടുള്ളൂ. എന്നാൽ പിന്നെ 60 അതിലും കുറച്ചിട്ട് വിടാൻ വേണ്ടി വിൽക്കും. എന്നാൽ പിന്നെ അത് പറ്റൂല, എന്നാൽ 60 ആക്കി. ലോകകമ്പോളത്തിൽ എപ്പോൾ ഉണ്ട് 60-ൽ കൂടുതൽ ആരും വാങ്ങരുത് എന്ന്. എന്നാൽ പിന്നെ 60-ലും കുറച്ചിട്ട് തരാം. ഇതൊരു യുദ്ധതന്ത്രമാണ്. ഇതൊരു മഹാഭാരത യുദ്ധത്തിന്റെ കള്ളക്കളിയുടെ ഒരു തന്ത്രമാണിത്. പക്ഷെ മുന്നിൽ നിർത്തുന്ന ആരെല്ലാണ്? എല്ലാവരെയും ശിഖണ്ഡികളെ പോലെയുള്ള മറ്റുള്ളവരെല്ലാം പിടിച്ചിട്ടിട്ടാണ് ഈ യുദ്ധം നടത്തുന്നത്. ഈ യുദ്ധത്തിനുള്ള പേരില് ലോകത്തിലുള്ള ആയുധങ്ങൾ മുഴുവൻ കത്തിച്ചു തീർത്തു. ഇതെല്ലാം സമ്പദ്ഘടനയെ, ഒരു വ്യവസ്ഥിതിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആയുധം കൊണ്ടുള്ള യുദ്ധം എന്തിനാണ്? രണ്ട് വ്യവസ്ഥിതികൾ തമ്മിലുള്ള ഏറ്റവും, അതാണ് സാമ്പത്തികപരമായ രണ്ട് മുതലാളിത്ത വ്യവസ്ഥിതികൾ. ഒന്ന് വില കൂട്ടുന്ന വ്യവസ്ഥിതിയും വില കൂട്ടി വിൽക്കുന്ന വ്യവസ്ഥിതിയും, മറ്റേത് വില കുറച്ച് വിൽക്കുന്ന തന്ത്രം. അതാണ് ഗോർബച്ചേവിന്റെ മുതലാളിത്ത ഭൂതം. ഇത് സാധാരണ മുതലാളിത്തം. ഇതാണ് ഇന്ന് ലോകത്തിലേക്ക് നടക്കുന്നത്. അപ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണ്. ഇതിൽ നിന്നൊരു രക്ഷയില്ല. അമേരിക്ക എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? കാരണം ചൈനീസ് സാധനങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നു. അപ്പോഴാണ് താരിഫ് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ താരിഫ് എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇതൊന്നുമല്ല മനസ്സിൽ വെച്ചിട്ടല്ല താരിഫ് കൊടുക്കുന്നത്. അന്നേരം വിയറ്റ്നാം പറഞ്ഞ് നമുക്ക് താരിഫ് ഒന്നും വേണ്ട, സീറോ ആക്കിയാൽ പോരോ. അന്നേരം പറഞ്ഞാൽ ആ സീറോ ഒന്നുമല്ല പ്രശ്നം. നമ്മളെ പ്രശ്നം താരിഫ് ഒന്നുമല്ല. നമ്മൾ എല്ലാവരുടെയും സാധനം വാങ്ങിക്കൂട്ടുകയാണ്. നമ്മുടെ സാധനം ആരും വാങ്ങുന്നില്ല. അപ്പം 50 റുപ്യക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ 50 റുപ്യക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ നമ്മൾ നിന്ന് 10 റുപ്യക്കേ വാങ്ങുന്നുള്ളൂ. എന്തുകൊണ്ടാണ് 10 റുപ്യക്ക് വാങ്ങുന്നത്? വില കുറവാണ്, കൂടുതലാണ്. പിന്നെ എങ്ങനെയാണ് വാങ്ങുമോ? അവരുടെ വാങ്ങുന്നത് എന്തുകൊണ്ടാണ് 50 റുപ്യക്ക് വാങ്ങുന്നത്? അവിടുത്തെ വില കുറച്ച് കിട്ടുന്നുണ്ട്. വിൽക്കാൻ വില കുറച്ച സാധനമൊന്നുമില്ല. അപ്പൊ ഇത് തുല്യാക്കണം. അപ്പൊ വിലയൊന്നും നോക്കാതെ എൻ്റെ അടുത്ത് 50 വാങ്ങുന്നുണ്ടെങ്കിൽ നീ 50-ന് വാങ്ങിക്കോളണം എന്നുള്ള പിടിവാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്ന. യഥാർത്ഥത്തില് താരീഫ് ഒന്നുമല്ല, പക്ഷെ അതെല്ലാം ഒരു പേരിനുള്ള ഇതാണ്. ലക്ഷ്യം എൻ്റെ സാധനം നിങ്ങളും വാങ്ങണം, നിങ്ങളെ സാധനം എനിക്കും വാങ്ങണം. അത് നടക്കുന്ന കാര്യമാണോ? വില കുറഞ്ഞ എങ്ങനെയാണ്? വില കുറഞ്ഞതിനല്ലേ ആൾ പോകുള്ളൂ. അപ്പോൾ അമേരിക്കക്ക് ബോധ്യമായി ഈ പരിപാടിയും കൊണ്ട് രക്ഷപ്പെടാൻ താരിഫൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ചൈനയുടെയും റഷ്യയുടെയും നേരെയല്ല ഈ താരിഫ് പ്രയോഗിക്കുക. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. താരിഫിന്റെ ലക്ഷ്യം, പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? ചൈനീസ് സാധനങ്ങൾക്കും റഷ്യൻ എണ്ണക്കും എല്ലാം വില കുറവാണ്, ഇവരുടേതിന് വില കൂടുതലാണ്. വില കൂടുതലായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. ഇവർ വിചാരിച്ചാൽ വില കുറച്ച് വിൽക്കാൻ, ഇവിടുത്തെ ശമ്പളം എല്ലാം കൂടുതലാണ്, വില കുറച്ച് ഉണ്ടാക്കാനും പറ്റൂല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് റഷ്യയിലൊന്നും തലയിടാനേ പറ്റില്ല. അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുണ്ട്. വേറെ വല്ലവരെ കൊണ്ടും എല്ലാം അടുപ്പിച്ചിട്ടാണ് റഷ്യയെ ഇല്ലാതാക്കാനെല്ലാം നോക്കുന്നത്. അതും നടക്കുന്നില്ല. അതും ഒളിഞ്ഞിരിക്കുകയാണ്. ചൈനയെ ആക്രമിച്ചു പോയാൽ അവരെ സാധനമാണ് ഷെൽഫിലുള്ളത്. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാലും പിന്നെ അത് ആകെ കുളമായി മാറും. അപ്പോൾ അടിക്കാനും പറ്റില്ല. കാരണം ഇവിടുത്തെ മൂലധനം അവിടെയും ഉണ്ട്. അവരെ സാധനം വാങ്ങിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ അടിക്കുക? അപ്പോൾ അടിക്കാനും പറ്റില്ല, യുദ്ധവും ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റേ വല്ലവരെ കൊണ്ടത് പഠിപ്പിക്കാനെല്ലാം നോക്കുന്നുണ്ട്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം
റഷ്യയിലും ചൈനയിലും ഒന്നും കൊണ്ട് കച്ചവടം നടത്താൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി ചൈനേൻ്റെ കൂടെ നടക്കുന്ന കുറേ ബെൽറ്റ് ആൻഡ് റോഡ് എന്നും പറഞ്ഞിട്ട് കുറേ പാർട്ടികളുണ്ട്. അവർ ഇവരുടെ നിന്നല്ലേ വാങ്ങും, വില കുറഞ്ഞതേ വാങ്ങും. പിന്നെ അമേരിക്കക്ക് പറ്റുന്ന കാര്യം ചൈനയായിട്ടൊന്നും അധികം അടുപ്പമില്ലാതെ അവരുടെ തന്നെ ആൾക്കാരാണ്. ഏത് ജർമ്മനി, കൊറിയ, മറ്റേ ഇത് ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടാവുകയാണ്. ഇവരടുത്തേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവരിലടക്കമുള്ള മത്സരത്തിൻ്റെ പേരിലാണ് ഈ താരിഫെല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ അവർ മച്ചിനിയന്മാരാണല്ലോ. കാരണം അവർ തമ്മിൽ എങ്ങനെ ഏറ്റുമുട്ടുക? ഇവരെല്ലാം ഒരേ മാനസികാവസ്ഥയിൽ പോയവരാണ്. എന്നാലും ഏറ്റുമുട്ടാതിരിക്കാൻ പറ്റൂല. പിന്നെ അവർ തമ്മിലൊരു ചർച്ചയിലാക്കിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇത് നിങ്ങൾ ഇന്ന് വാങ്ങും, ഇങ്ങനെ വാങ്ങുക എന്നെല്ലാം പറഞ്ഞവര്. പക്ഷെ അതൊന്നും ഒരു പ്രശ്ന സൊല്യൂഷനല്ല. ഇവർക്കിപ്പോൾ ഒരു മാർക്കറ്റ് വേണം. ഇതുവരെ ചൈന ഉണ്ടായിരുന്നു. ചൈനയിലും റഷ്യയിലും എന്തായാലും നടക്കില്ലത്. കാരണം നടക്കും, അവരെക്കാട്ടിയും വില കുറച്ചിട്ട് ഇവരെ കൊണ്ട് വിൽക്കാൻ പറ്റുമെങ്കിൽ നടക്കും. അത് നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അവരെ അടിച്ചില്ലാതാക്കിയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിച്ചാൽ അതും നടക്കുന്ന കാര്യമാണ്. അതും എളുപ്പത്തിൽ നടക്കില്ല. അപ്പം ട്രംപിന് മനസ്സിലായി അവരെ പിന്നാലെ പോയിട്ട് വലിയ കാര്യമില്ല. പിന്നെ എവിടെയാണ് മാർക്കറ്റ് ഉള്ളത്? പിന്നെ നോക്കിയപ്പോൾ വിൽക്കാൻ പറ്റിയൊരു സ്ഥലം ഇന്ത്യയാണ്. അപ്പോഴാണ് ഇന്ത്യയിലും താരിഫൊന്നുമല്ല പ്രശ്നം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചൈനക്കാർ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിരുന്നത് അവരുടെ ധാന്യങ്ങളെല്ലാം. അവരുടെ കൃഷി ഭയങ്കര, പാലുൽപ്പന്നങ്ങൾ ഇതെല്ലാം, ഇറച്ചിയെല്ലാം അവിടെ നിന്ന് ഇഷ്ടംമാതിരി വില കുറച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. ചൈനക്കാർ അത് വാങ്ങി, അതാണ് മാറ്റം. എന്തെങ്കിലും വാങ്ങണമല്ലോ. അപ്പോൾ ഇതാണ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇവർ തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ചൈന പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളെ സാധനമൊന്നും കൊണ്ടുപോയിട്ട് അത് ഒറ്റ അടിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കർഷകരെല്ലാം നട്ടം തിരിക്കുകയാണ്. അപ്പോൾ ഈ കർഷകരുടെ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കാൻ ഇപ്പം നോക്കേണ്ട സ്ഥലം എവിടെയാണുള്ളത്? അത്രയും നല്ല മാർക്കറ്റ് നോക്കിയപ്പം കിടക്കുന്ന ഇന്ത്യ. പക്ഷെ ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കാരണം ഇന്ത്യയിലും നല്ല ഇവിടെ അടിത്തറയെന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഇവരെ ഈ സാധനം കൊണ്ടായിട്ട് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്തായിരിക്കും? ഇതാകെ അടിത്തറ തന്നെ തകർന്നു പോകും. അതുകൊണ്ട് ഇന്ത്യക്ക് അത് അംഗീകരിക്കാനും പറ്റും. അത് വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ ഇന്ത്യ പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മളെ അടിസ്ഥാനം ഇതിനെ വിട്ടുകൊണ്ട് നിങ്ങളെ സാധനം ഇങ്ങോട്ട് കൊണ്ടാണ് ശരിയാവില്ല. പക്ഷേ ആ നോട്ടം ഇവിടത്തേക്കാണ്. അവന് നിലനിൽക്കണ്ടെങ്കിൽ ആ കർഷകരെല്ലാം എങ്ങനെയാണ് ഇനി ചൈന വാങ്ങുന്നില്ലേ പിന്നെ കൊണ്ടുപോയി നിർബന്ധം അങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റുമോ? അവിടെ കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ പറ്റുമോ? യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാം കൈമേലെ ന്യൂക്ലിയർ ബോംബല്ലേ ഇരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊണ്ട് എന്തായാലും എനിക്ക് വിൽക്കാനേ പറ്റില്ല. യുദ്ധം ചെയ്തിട്ട് തോപ്പിച്ചിട്ട് വേണ്ടിക്ക്, നശിപ്പിച്ചിട്ട് വേണ്ടിക്ക് കൊണ്ട് വിൽക്കാം. എല്ലാത്തിടത്തോളം നടക്കില്ല. ഇപ്പം യുദ്ധവും നടക്കുന്ന കാര്യമല്ല. പിന്നെ ആകെ നോക്കിയിരിക്കാൻ ഇപ്പം ഭാരതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിപ്പിക്കാൻ പറ്റുമെന്നാണ് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ അവിടുത്തെ കർഷകർ ഇതെല്ലാം വിളവെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ നശിപ്പിക്കുകയാണെന്നാണ് കാണുന്നത് TV-യിൽ. അപ്പം ഇത് ട്രംപിൻ്റെ മനസ്സിൽ ഇതിന് ഒരു മാർക്കറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിനുള്ള സ്ഥലം ഏതാണ്? മാർക്കറ്റ് എവിടെയാണുള്ളത്? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അത് ചിന്തിച്ചാൽ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം. പാകിസ്ഥാൻ്റെ മിലിറ്ററി തലവനെയാണ് അവിടെ പറഞ്ഞു. ഞാൻ നിർത്തുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? വേദവ്യാസൻ ഒന്ന് മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ യുദ്ധത്തിൽ നിന്ന് ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഈ യുദ്ധത്തിൽ നിന്നും ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പക്ഷം സ്വീകരിച്ചേ പറ്റൂ. അല്ലാതെ
ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിനൊരു പ്രശ്ന പരിഹാരമില്ല. ഇതിനൊരു പ്രശ്ന പരിഹാരമില്ല. അവര് വിലയും കുറച്ചിട്ട് വിൽക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇതിനെന്താ പ്രശ്നം? എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല. ഇനി ഇവിടുത്തെ ധാന്യങ്ങളെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് അമേരിക്കക്ക് ഇരിക്കാൻ പറ്റുമോ? എവിടെയും വിൽക്കണ്ടേ? അത് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള നല്ല മാർക്കറ്റ് ചൈനയൊന്നും ഇല്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് ഇത് വാങ്ങാൻ പറ്റൂ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതിനെന്താ സൊല്യൂഷൻ? ഇത് എവിടത്തേക്കാണ് ഇനി എത്തിച്ചേരാൻ പോകുന്നത്? അത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. പക്ഷേ ഭാഗവതം അത് പറഞ്ഞു, മഹാഭാരതം അത് പറഞ്ഞു തന്നിട്ടുണ്ട് എവിടത്തേക്കാണ് ലോകം പോകാൻ പോകുന്നത്. അത് കാലം തീരുമാനിച്ചത് തന്നെ പോലെ തന്നെ പോകും. എന്നിട്ട് അവിടെ അതാണ് മഹാഭാരത യുദ്ധം, 3-ാം ലോകമഹായുദ്ധം. ഇതിൻ്റെ അവസാനത്ത് ലോകം പിന്നെ എത്തിച്ചേരുന്ന എവിടെയായിരിക്കും? ഒരു സുന്ദര ലോകം മുഴുവൻ ഒന്നായി മാറും. ഇപ്പോഴും ലോകം ഒന്നായി കഴിഞ്ഞു. കാരണം നമ്മുടെ മക്കളെല്ലാം എവിടെയാണുള്ളത്? ഏതെല്ലോ നാട്ടിലാണുള്ളത്. ഇവിടെ വയസ്സന്മാരേ ഉള്ളൂ, ബാക്കിയെല്ലാം പലവരും പല സ്ഥലത്താണ്. ലോകം ഒന്നായി. അവിടുന്ന് പെണ്ണ് കെട്ടുന്നു, അവിടുന്ന് കല്യാണം കഴിക്കുന്നു, എല്ലായിട്ട് അങ്ങനെ പോവുകയാണ്. ലോകമൊന്നായി, ശാസ്ത്രം ഒന്നായി. പക്ഷെ ഇനി എന്തേ വേണ്ടുള്ളൂ? ലോകം മുഴുവൻ ഒരൊറ്റ വ്യവസ്ഥിതി. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. അവിടെ ഉച്ചനീചത്വങ്ങളില്ല, ജാതി. ഇപ്പം തന്നെ മതങ്ങളെല്ലാം തീർന്നു. നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ മതി. ഇതുവരെ മതം പറഞ്ഞിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി. ആ വിഷയങ്ങളെല്ലാം പോയി. ഇപ്പം താരിഫ്, സാമ്പത്തികം, നിലനിൽപ്പ്, ഈ ചർച്ചയാണ് ഇപ്പോൾ ലോകത്തിലുള്ളത്. ബാക്കി ഇസ്രയേലും ഇറാനും ഉക്രൈനും ആ വിഷയങ്ങളെല്ലാം സെക്കൻഡറി ആയി മാറി. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് താരിഫ് വന്നിരിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടിയുള്ള മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു സ്ഥലത്തിലേക്ക്, ശ്രദ്ധ മുഴുവൻ ഒരു പ്രത്യേക രാജ്യത്തിലേക്ക് വരികയാണ്. അതിൽ നിന്നെല്ലാം വിട്ടിട്ട് ഇപ്പം താരിഫിനെ തെറ്റിപ്പത്തിക്കൊണ്ട് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ചിന്തിച്ചു നോക്കുക. എവിടെയാണ് എത്തി നിൽക്കുന്നത്? അത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതിനി എങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത്? അത് അടുത്ത് തന്നെ കാലം നമ്മളോട് പറഞ്ഞു തരും. പക്ഷേ കാലം തന്നെയാണ് ഇതെല്ലാം പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. ഇതിൽ നിന്നും ഒരു ഉറച്ചുവാർത്ത, അത് തന്നെയാണ് പറഞ്ഞ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം എന്ന് പറയുന്നതിന് പകരം കൊറോണക്കും താരിഫിനും ഈ ഇസ്രയേൽ, ഇറാന്, എന്തെന്നാണ് ഉക്രൈനി യുദ്ധങ്ങൾ, ഇതിൻ്റെ എല്ലാം ശേഷമുള്ള ലോകം ഒരു സുന്ദരമായ ലോകമായിരിക്കും. അത് 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകം. വസുദേവ കുടുംബം. കുടുംബത്തിലുള്ള ബാക്കി എത്ര പേര് ശേഷിക്കുന്നൊന്നല്ല കാലമാണ്. ആരെല്ലാണ് ശേഷിക്കുക, ഏതെല്ലാം രാഷ്ട്രങ്ങളാണ് ശേഷിക്കുക ഒന്നും അറിയില്ല. കാരണം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെയാ പോകുന്നത്? എന്താ ഇതിനുള്ള സൊല്യൂഷൻ? സൊല്യൂഷൻ ഇല്ല. ഇനി ഒരു പുതിയൊരു ലോകത്തിലേക്ക് പോവുക മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. അത് കാലം കണ്ടുവെച്ചിട്ടുണ്ട്. ഒരു പുതിയ ലോകം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്ത്. കാരണം ആ ഈശ്വരൻ, ആ ശക്തി വിശേഷം, അത് ഏകനാണ്. അതിൽ നിന്നാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ മക്കളാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും. അവരും ഉച്ചനീചത്വങ്ങളില്ല. ഒരു കുടുംബത്തിലെ ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ലോകത്തിലുള്ളവരെല്ലാം. അവരെല്ലാം ഏകമനസ്കരായിട്ട് ഇനിയുള്ള കാലം ആ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി
ഏകമനസ്കരായിട്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക. പക്ഷേ അത് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? അധികാലമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ ഒരു ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കുറേ പേര് ഒഴുക്കിലെല്ലാം പെട്ടു. എല്ലാവരും ഏകമനസ്കരായി. അവിടെ ഒരു ചിന്താഗതികളും ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല. എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി ഒരൊറ്റ മനസ്കരായിട്ട് ജീവിച്ചു. പക്ഷേ ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് കുറച്ചു കാലം എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ പിന്നെ പണ്ടത്തെ മാതിരിയായി. അതുപോലെ ഇതും കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും. ആ ഏകമായ മനസ്സിൽ ഒരൊറ്റ ലോകമായിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ യാദവർ പിന്നെയും തമ്മിൽ തല്ലാൻ തുടങ്ങും. അതോടുകൂടി പ്രളയം വരും, ലോകം നശിക്കും, കുറേ പേര് രക്ഷപ്പെടും. പിന്നെ ആദ്യമേ വേദങ്ങളും എടുത്തിട്ടാണ് രക്ഷപ്പെടുക, അല്ലെങ്കിൽ സയൻസ് പുസ്തകങ്ങൾ അതുവരെ നേടിയ ജ്ഞാനവും എടുത്തിട്ടാണ് രക്ഷപ്പെടുക. ചിലപ്പം ബഹിരാകാശത്തിലായിരിക്കും, പ്രളയത്തിന് തിരിച്ചു വരും, എഴുതി വെക്കും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം ഇതിൻ്റെ അകത്തുള്ള കരുക്കൾ മാത്രം.